വിവാദങ്ങൾക്ക് പിന്നാലെ CBSE ചെയർമാനെയും സെക്രട്ടറിയെയും സ്ഥലം മാറ്റി. പോർട്ടലിലെ തകരാർ അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെയും ചുമതലപ്പെടുത്തും. വിനിത VG ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. വിനിത, വീണ്ടും അപേക്ഷിക്കാനുള്ള സമയം ആരംഭിച്ചെങ്കിലും പക്ഷേ വീണ്ടും പരാതികൾ ഉയർന്നു. CBSEയുടെ വിശദീകരണം വന്നിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ചില നടപടികൾ കൂടി വരുന്നുണ്ടല്ലേ? അസിത, CBSEയുടെ ഉന്നത തലങ്ങളിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ നടപടികൾ വന്നിരിക്കുന്നത്. CBSE ചെയർമാനെയും സെക്രട്ടറിയെയുമാണ് ഈ ഘട്ടത്തിൽ സ്ഥലം മാറ്റിയിരിക്കുന്നത്. CBSEയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് ഇത്തരത്തിലേക്കൊരു നീക്കം നടന്നിരിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പോർട്ടലിലെ തകരാർ അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. CBSE പോർട്ടലിന് നേരെയുണ്ടായ ആക്രമണം കേന്ദ്ര സർക്കാരിന്റെ സൈബർ സുരക്ഷാ വിദഗ്ധർ അവർ വളരെ കൃത്യമായി തന്നെ ഇത് നിരീക്ഷിച്ചു വരുന്നുവെന്നാണ് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെയാണ് ഇത്തരത്തിലേക്കൊരു സൈബർ അറ്റാക്ക് നടക്കുന്നതായി CBSE തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഒരേ സമയം ഈ പോർട്ടലിലെ സേവനം സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലേക്കുള്ള ഒരു സൈബർ അറ്റാക്ക് നടന്നതെന്നും എന്നാൽ ഇതിനെ പ്രതിരോധിച്ചെന്നുമാണ് CBSE തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അനധികൃതമായിട്ടുള്ള ചില ഈ ഫയലുകൾ ആക്സസ് ചെയ്യാനുള്ള ഒരു നീക്കമാണ് നടന്നതെന്നും CBSE തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ CBSE ചെയർമാനെയും സെക്രട്ടറിയും സ്ഥലം മാറ്റിയെന്ന വിവരം കൂടി ലഭ്യമായിരിക്കുന്നത്. നേരത്തെ തന്നെ ഇവർക്കെതിരെയൊക്കെ നടപടി ഉണ്ടായേക്കുമെന്നുള്ള ചില സൂചനകളും വിശദീകരണമൊക്കെ ഈ ചെയർമാനിൽ നിന്നൊക്കെ തന്നെ പാർലമെന്ററി സമിതിയൊക്കെ തേടിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതാ കടുത്ത നടപടിയിലേക്കടക്കം എത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറെ നാളായി അവർക്ക് വലിയ ആശങ്കയും വിദ്യാർത്ഥികൾക്കും ഒപ്പം രക്ഷകർത്താക്കളെയൊക്കെ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നടപടിയൊക്കെയാണ് ഈ അടുത്ത കാലത്ത് CBSEയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അത് ഇവർക്ക് ഈ പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊപ്പം തന്നെ ഈ മാർക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം CBSEയുടെ ഒരു വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ തന്നെയായിരുന്നു ഈ ആരോപണങ്ങളൊക്കെ തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയാണ് CBSEയുടെ ഉന്നത തലങ്ങളിൽ നിന്ന് തന്നെ ആ നടപടി ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. CBSE ചെയർമാനെയും സെക്രട്ടറിയുമാണ് ഈ ഘട്ടത്തിൽ സ്ഥലം മാറ്റിയിട്ടുള്ളത്. ഒപ്പം തന്നെ പോർട്ടലിലെ തകരാറുകൾ സംബന്ധിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടുപേർക്കെതിരെയാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു വിനിത VG. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.